രാവിലെ ടിഫിന് കൊടുത്തു വിടുന്നത് നേരത്തെ ദോശ മാവ് ഇരിപ്പുണ്ട്. ആ മാവിലേക്ക് ഞാനിപ്പോൾ ഈ കുറച്ച് ക്യാപ്സിക്കം എടുത്തു, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അരിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1-2 പച്ചമുളക്, അധികം എരിവുള്ള പച്ചമുളകല്ല. പിന്നെ ഈ ഒരു സവാള, കറിവേപ്പില ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മാവിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഉപ്പുകൂടെ ചേർക്കണേ. ഇതിന് ഫ്രഷ് മാവ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞതും ഇതിൽ ചേർക്കുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതാണ്. ഇതൊരു പനിയാരം ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് തീ കുറച്ച് ഇച്ചിരി നേരം കൂടെ ഒന്ന് അവിടെ ഇടുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇച്ചിരി ബ്രഷും കൊണ്ട് ഇച്ചിരി ഓയിൽ ഇങ്ങനെ ഒന്ന് തടവിയതിന് ശേഷം ഇത് ഓരോ തവി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നേരം കഴിഞ്ഞുകൊണ്ടേ ആ പച്ചപ്പൊക്കെ ഒന്ന് മുകളിൽ മാറിയുണ്ടേ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് സൈഡിലൊക്കെ ഓയിലൊക്കെ ഒഴിച്ചെടുക്കാമേ. ഓയിലിന് പകരം നെയ്യും ചേർക്കാം. അപ്പം ഞാനിത് ഇവന് ടിഫിന് ഇത് ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ലതാണ്. ഇവർക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുന്നേ ഇഷ്ടം. അങ്ങനെ അവൻ്റെ കൊച്ചിൻ്റെ ടിഫിനും തയ്യാറാക്കി, വലിയ ആളുടെ ടിഫിനും തയ്യാറാക്കി. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായയൊക്കെ എടുത്തത്. ഇനി ചായയും കൂടെ എടുക്കട്ടെ. ഇവരുടെ ടിഫിൻ ഒന്ന് തയ്യാറായി കഴിയുന്നുണ്ടേ പാതി സമാധാനമാണ്. അതിന് ശേഷമാണ് സാവകാശം ചായയൊക്കെ എടുത്തു കൊടുക്കുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരിയും കൂടെ കഴുകിയൊന്ന് അടപ്പത്തിടുന്നുണ്ട്. അപ്പം മീൻകറി വയ്ക്കാനായിട്ട് ഇച്ചിരി പുളി എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചിടട്ടെ. അപ്പം മീൻ ഇത് അച്ചാറിന് വാങ്ങിച്ച മീനായതിൻ്റെ ബാക്കി 1-2 പാർട്ടായിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് എടുത്ത് വെട്ടിയതായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്കങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലേ. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ക്യാനിലൊക്കെ ഒഴിച്ച് വെച്ച് അതിന് ശേഷം കുടിക്കാൻ വെള്ളം വെക്കണം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് ഇച്ചിരി ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കട്ടെ. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതൊന്ന് ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ മസാലയെല്ലാം ഒന്ന് കട്ടയൊക്കെ ഉള്ളതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള മീനിൻ്റെ ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി ഞാൻ ഈ സമയത്തങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് അനന്ന് വന്നുകൊണ്ടെങ്കിൽ ഞാൻ മീനോടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. ഒരു 15-20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കിന് മീനൊക്കെ വറ്റി വന്നായിരുന്നു. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടായിരുന്നു. ഇതൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് ചട്ടിയിലിരുന്നതൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.